അപ്പം സീരിയസ്ലി അടുത്ത റെസിപ്പി നോക്കാം. നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പത്തിരിയിലേക്കൊക്കെ ഈ ഒരു രീതിയിലാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ടട്ടോ. അതിലേക്ക് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ബീഫ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച പേസ്റ്റും കറിവേപ്പിൻ്റെയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും വലിയ ജീരകവും വിനാഗിരിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി 5 മിനിറ്റ് വെച്ച് എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുത്താൽ മതി. ഇനി ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മിനിയോൾട്ടിൻ്റെ കുട്ടി വാർപ്പാണ് കേട്ടോ. മറ്റു പാത്രത്തിനേക്കാളും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ഈ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അഭിപ്രായം പറയുന്നത്. ഒട്ടും അടിയിലൊന്നും പിടിക്കില്ല. അതുപോലെ തന്നെ ചൂടൊക്കെ ഒരുപോലെ കിട്ടുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ നല്ല ഈസിയാണ്. പിന്നെ നോൺ സ്റ്റിക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാത്രം കൂടിയാണ് കേട്ടോ ഇത്. വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് ഏലക്ക ഗ്രാമ്പ് പട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വലിയ ഉള്ളി ഉപ്പും കറിവേപ്പിനും ഇട്ട് നന്നായി വറ്റി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് വന്നതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വേവായി ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പത്തിരിയിൽ കുറച്ച് തേങ്ങാപ്പാലും അതുപോലെ ഈ ഒരു ബീഫ് റോസ്റ്റ് ഒക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പം മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.